മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ കവയത്രി രമ്യ ബാലകൃഷ്ണൻ മലവീട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നു. റേഡിയോ മലയാളത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് പയമേ പണലിയിൽ നിങ്ങളോടൊപ്പം ഞാനാണ് രമ്യ ബാലകൃഷ്ണൻ. കാസർഗോഡ് ജില്ലയിലെ കൊടുമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ എണ്ണപ്പാറ പനാക്കുന്ന് എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ, ഞാൻ ഒറ്റ മകളാണ്. അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ, അമ്മേൻ്റെ പേര് രാധ. ഞാനിപ്പോൾ വിവാഹിതയായി. ഭർത്താവ് ബാബു ചീരോൽ, പഞ്ചായത്തിൽ ജീവനക്കാരനാണ്. ഒരു മകനുണ്ട്, 1 വയസ്സാണ്. ആദിൽ BR എന്നാണ് മോൻ്റെ പേര്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടുവിശേഷം. കുടുംബവിശേഷങ്ങളല്ലാതെ പിന്നെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിനെയും കോളേജിനെയും കുറിച്ചൊക്കെയാണ്. ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ നാട്ടിലെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ താനൂരിലാണ്. പിന്നീട് +2 കോമേഴ്സ് ആയിരുന്നു വിഷയം. രാജൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പൂർത്തിയായി. അതിനുശേഷം ഡിഗ്രിക്ക് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ BCom ആയിരുന്നു എൻ്റെ ഇഷ്ട വിഷയം. പക്ഷേ BComന് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. അങ്ങനെ പിന്നീട് കിട്ടിയത് കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെൻറ് വുമൻസ് കോളേജിൽ BA മാത്തമാറ്റിക്സ് എക്കണോമിക്സിനായിരുന്നു. അവിടെ ജോയിൻ ചെയ്തു. പിന്നീട് എക്കണോമിക്സ് ചെയ്തപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒന്ന് PG എടുത്തേക്കാന്ന്. അങ്ങനെ EKNM ഗവൺമെൻറ് കോളേജിൽ എളരിത്തട്ട് കോളേജിൽ എനിക്ക് PGക്ക് MA അപ്ലൈഡ് എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടി. PG കഴിഞ്ഞപ്പം എൻ്റെ ഇഷ്ട ഫീൽഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ആയിരുന്നു. അങ്ങനെ പാലക്കാട് ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Edഉം പൂർത്തിയായി. എന്തുകൊണ്ടാണെന്നറിയില്ല, അതിനുശേഷം ടീച്ചിങ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിലും ഞാൻ പിന്നീട് വർക്ക് ചെയ്തതൊന്നും ടീച്ചിങ് ഫീൽഡിലായിരുന്നില്ല. B.Ed ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് സോഷ്യൽ വർക്കിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേരള സർക്കാരിൻ്റെ നിർഭയ പ്രോജക്റ്റിൽ സോഷ്യൽ വർക്കറായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ കോഴിക്കോട് കിർത്തായ്സിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ്. കേരളത്തിലെ ആദിവാസി ഗോത്ര ജനതയായ മലവീട്ട് ഗോത്രത്തിലെ ഒരു അംഗമാണ് ഞാൻ. ഗോത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളും ജീവിത രീതി കൊണ്ടും ഭാഷ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒരു വിഭാഗം ജനതയാണ് നമ്മൾ ഗോത്രം എന്ന് പറയുന്നത്. ഞാനൊരു മലവീട്ട് ഗോത്രത്തിലെ ഒരു അംഗമായത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കോഴിക്കോട് കിർത്താസിൽ കുറച്ചു കാലം റിസർച്ച് മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഗോത്രത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി വെക്കുകയും ഒരു ധാരണ, എൻ്റെ മലവീട്ട് സമുദായത്തെക്കുറിച്ച് ഒരു ധാരണ എന്നിൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയത് ആ അറിവിലൂടെയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അറിവുകൾ പൂർണ്ണമാണ് എന്നല്ല. ഞാൻ അറിയാത്ത ഒരുപാട് അറിവുകൾ ഇപ്പോഴും എൻ്റെ മലവീട്ട് സമൂഹത്തിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ മലവീട്ട് ഗോത്രത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഗോത്ര ഭാഷയുണ്ട്. തനത് ഭക്ഷണം, മംഗലങ്ങളി, വംശീയവൈദ്യം, തടുപ്പ ജ്യോതിഷം തുടങ്ങിയവയെല്ലാം കൊണ്ട് തന്നെ സമ്പന്നമായ ഒരു സംസ്കാരമാണ് ഞങ്ങളുടെ മലവീട്ട് സംസ്കാരം. ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാണ് വംശീയവൈദ്യം, തടുപ്പ ജ്യോതിഷം. വംശീയവൈദ്യത്തെ കുറിച്ച് പറയുമ്പോൾ മലവീട്ട് ഗോത്രത്തിന്റെ മുതിർന്ന അംഗമായ ശ്രീ ശ്രീ ഏറാഞ്ചിറ്റ കുഞ്ഞിരാമ വൈദ്യർ തുടങ്ങിയവരെ കുറിച്ച് പറയാതെ ഞങ്ങളുടെ വംശീയവൈദ്യം ഒരിക്കലും പൂർണ്ണമാകില്ല. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. സ്ത്രീകൾ തന്നെയാണ്. ഇവരെ ഞങ്ങളുടെ സമുദായത്തിൽ കേട്ടച്ചിൽ എന്നാണ് വിളിച്ചിരുന്നത്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവീട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. അങ്ങനെ ഇപ്പം എല്ലാവരും ആശുപത്രി പോക്കല്ലേ. അതങ്ങനെ അഥവാ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് പഴയ പോലത്തെ ധൈര്യമില്ല എന്നാണ് പറയാറ്. അത് ഒരു അർത്ഥത്തിൽ സത്യമാണ്. കാരണം ഞങ്ങളുടെ സമുദായത്തിലെ സ്ത്രീകൾ ഇപ്പോഴാരും പേറ്റച്ചിമാരെ സമീപിക്കാറില്ല. പകരം ഞങ്ങൾ പ്രസവത്തിനായി ആധുനിക വൈദ്യശാസ്ത്രത്തെയാണ് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത്. അതിനുള്ള ധൈര്യം ഇല്ലാത്തതിനും കാരണം നമ്മുടെ ജീവിതശൈലി, ഞങ്ങളുടെ സമുദായത്തിലെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടാവാം. ഞങ്ങളുടെ സംസ്കാരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് തടുപ്പ ജ്യോതിഷം.
ഞങ്ങളുടെ ഒരുവിധ എല്ലാ വംശീയ വൈദ്യന്മാരും തടുപ്പ ജ്യോതിഷത്തിൽ പ്രാവീണ്യം നേടിയവരാണ്. ഈ തടുപ്പ രാശിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പ്രാചീന കാലഘട്ടത്തിൽ ഒരുപാട് വ്യാധികൾ പടർന്നു പിടിച്ചൊരു സമയമുണ്ടായിരുന്നു. ഈ കാലത്ത് മലവേട്ടൂരുടെ കുലദൈവമായ കുറച്ച് അരിയും തടുപ്പയും അടക്കയും വെറ്റിലയും ഈ മലവേട്ടൂരുടെ കാരണന്മാർക്ക് കൊടുക്കുകയും അതുപയോഗിച്ച് പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇത് ഐതിഹ്യം പറയുന്നത്. ഇങ്ങനെയാണ് തടുപ്പ രാശി ഉണ്ടായത്. ഈ തടുപ്പ എന്നത് അതിന് മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറമാണ് ഈ തടുപ്പ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യകാലത്ത് നമ്മുടെ കൃഷിനാശം ഉണ്ടാകുമ്പോഴും മാറാവ്യാധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്ന പരിഹാരത്തിനായി തടുപ്പ രാശിയെ നമ്മൾ ആശ്രയിച്ചതെങ്കിലും പിൻകാലത്ത്, അതായത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ നിർണ്ണയിക്കുന്നതിനും നമ്മുടെ തടുപ്പ രാശി ഉപയോഗിച്ചു വരുന്നു. അതിൻ്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തടുപ്പ രാശിയെ ഞങ്ങളുടെ ഗോത്രത്തിലെ ആളുകൾ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് പൊതുസമൂഹം ഈ തടുപ്പ രാശിയെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങളുടെ തടുപ്പ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് ഇന്ന് ഞങ്ങളുടെ ഗോത്രത്തിലെ ആളുകൾ സമീപിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പൊതുസമൂഹത്തിലെ വ്യക്തികളാണ് കൂടുതലായി ഈ തടുപ്പ രാശിയെ ആശ്രയിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ തടുപ്പ രാശി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പീഠത്തിൽ ആദ്യം നമ്മുടെ മുറം, അതായത് തടുപ്പ വെച്ച് അതിന് മുകളിൽ കുറച്ച് അരി വിതറി ഞങ്ങളുടെ കുലദൈവമായ കുറത്തിയെ പ്രതിഷ്ഠിച്ച്, കുറത്തി അതിൽ വന്നിരുന്ന നമ്മുടെ തടുപ്പയിൽ അരിയിലെ സ്ഥാനത്ത് വന്നിരുന്ന പിന്നീട് നമ്മൾ ആ തടുപ്പ പീഠത്തിൽ നിന്ന് വലിക്കുമ്പോൾ നമുക്ക് വലിച്ചത് കിട്ടില്ല. നോർമലി നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമെങ്കിലും കുറത്തി അതിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തടുപ്പ ഒരു കൈയോട് നോർമലി എടുക്കാൻ പറ്റുന്ന അതേ നമ്മുടെ ശക്തിയോടെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ തടുപ്പ രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ തടുപ്പ ജ്യോതിഷം ചെയ്യുന്ന വ്യക്തി പീഠത്തിലിരിക്കുന്ന തടുപ്പയെ അതിശക്തമായി വലിച്ചുകൊണ്ടാണ് നമ്മുടെ തടുപ്പ രാശി നിർണ്ണയിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. എൻ്റെ മലവേട്ടു ഗോത്രത്തിന് ഞങ്ങളുടേതായ തനത് ഭക്ഷണ രീതികളുണ്ട്. കാട്ടുപഴങ്ങൾ, കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ എല്ലാത്തരം ഇറച്ചികൾ എന്നിവയെല്ലാം ഞങ്ങൾ ഭക്ഷിക്കുന്നവരാണ്. പക്ഷി മുതൽ പെരുപ്പാമ്പ് വരെ ഭക്ഷിക്കുന്നവരാണ് ഞങ്ങളുടെ ഗോത്രക്കാർ. മലവേട്ടുവൻ എന്ന പേര് വന്നത് തന്നെ ഞങ്ങൾ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചതുകൊണ്ടായിരിക്കാം. ഞങ്ങളുടെ തനത് ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറേ ഓർമ്മകളാണ് മനസ്സിൽ കടന്നു വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ വല്യച്ഛൻ, ഞങ്ങളുടെ വീട്ടിൽ പെരുപ്പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്ന് കറി വെച്ച ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ പെരുപ്പാമ്പിൻ്റെ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന നെയ്യ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ നമ്മുടെ മഞ്ഞുകാലത്ത് നമ്മുടെ കാലൊക്കെ വിണ്ട് കയറുന്നതിന് ഈ പെരുപ്പാമ്പിൻ്റെ നെയ്യ് ഉപയോഗിച്ചാൽ നല്ല മാറ്റം കിട്ടും. നല്ലൊരു ഔഷധ ഗുണമുള്ള മരുന്നാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി അടിച്ചിൽ എന്ന കെണി വെക്കുമായിരുന്നു. ഈ അടിച്ചിൽ കാട്ടുകോഴി, കീരി, മുയൽ ഇവയൊക്കെ ചെന്ന് വീഴുമായിരുന്നു. ഈ പറയുന്ന എല്ലാ മൃഗങ്ങളെയും എൻ്റെ വീട്ടിൽ കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാളത്തിലുള്ള എലിയെയും പെരിച്ചായയും വീഴ്ത്താൻ വേറെയും കെണികളുണ്ടായിരുന്നു. അതും അച്ഛൻ ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് ഈ എലിപ്പനിയൊക്കെ വന്നപ്പോഴാണ് ഈ കെണിവെക്കലൊക്കെ മാറി നമ്മുടെ ഭക്ഷണ രീതിയും മാറിപ്പോയത്. പിന്നെ ഒരു ടെൻഷനായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു പേടിച്ചിട്ടാണ് പിന്നെ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നിയമത്തിനെതിരാണെന്നറിയാം. പക്ഷെ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ മലവേട്ടുവ ജനതയുടെ അന്നമായിരുന്നു ഈ കാട് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മയുടെ അമ്മ പറയാറുണ്ട്, ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജന്മീൻ്റെ വീട്ടിൽ പണിയെടുത്താൽ കിട്ടുന്ന ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ്. അതുതന്നെ
അവരുടെ ജന്മമാരെ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു കുഴി കുത്തി ആ കുഴിയിൽ നമ്മുടെ കവുങ്ങിൻ്റെ പാളയില്ലേ, ആ പാള വെച്ച് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതിനകത്ത് 1 2 നമ്മുടെ ചോറിൻ്റെ അരിയുടെ വെറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് അവസ്ഥ. ആ കഞ്ഞിവെള്ളം അതെൻ്റെ വല്യമ്മക്ക് കിട്ടുന്നതാണ്. ആ വല്യമ്മ കഴിക്കാതെ വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളം കുടിക്കാൻ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ എൻ്റെ വല്യമ്മയും കാത്ത് പണി കഴിഞ്ഞ് വരുന്നതും കാത്തിരുന്ന കഥയൊക്കെ അമ്മ പറയുമ്പോൾ എൻ്റെ കണ്ണ് നനയിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ ഈ ഒരു സാഹചര്യം മുൻനിർത്തി നിങ്ങളൊന്ന് വിലയിരുത്തി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അന്നത്തെ കാലത്ത് പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കാടിനെ ആശ്രയിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഇങ്ങനെയുള്ള തനിമ്പുകൾ കടന്നു വന്നത്. ഞങ്ങളുടെ ഗോത്രത്തിലെ ഞാനടക്കമുള്ള യുവതലമുറ ഈ പറയുന്ന തനത് ഭക്ഷണത്തെ, പ്രത്യേകിച്ച് മാംസ ഭക്ഷണ കാര്യത്തിൽ പഴയതുപോലെ അല്ല. ഞങ്ങളുടെ പുതുതലമുറയിൽ ആരും ഇന്ന് പാമ്പിനെയും എലീനെയും ഭക്ഷിക്കുന്നവരുമല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് നിയമപരമായി അത് തെറ്റുമാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മുടെ മാംസ ഭക്ഷണ കാര്യത്തിൽ ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ ഒരു രീതിയാണ് നമ്മുടെ പച്ച മാംസം ഉണക്കി സൂക്ഷിക്കുക എന്നത്. പഴയ കാലത്ത് നായാട്ടിന് പോയി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിലധികം ഇറച്ചി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് കളയാനും പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ച് വെക്കാൻ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ മാംസത്തെ ഉപ്പ് ഇട്ട് നന്നായി വേവിച്ച് ഉണക്കി നല്ല വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. ഇത് പിന്നീട് നമുക്ക് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഉണക്കിയ ഇറച്ചി നമ്മൾ കറി വെച്ചും ചുട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഞങ്ങളുടെ തനത് ഭക്ഷണ രീതിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. നര, കുരുണ്ട്, ചാവ, മുടുക്ക, ഞൊറുങ്ങ, കേത, ഈന്ത്, വെണ്ണി തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും, ഞാണിപ്പഴം, കാട്ടുവെള്ളരിക്ക, തൊണ്ടിപ്പഴം, പാരപ്പഴം, കൊട്ടപ്പഴം, കാരക്കപ്പഴം, സൂരിപ്പഴം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഞങ്ങളുടെ തനത് ഭക്ഷണ വിഭവങ്ങളാണ്. പിന്നെ മാംസമല്ലാതെ ഞങ്ങൾ ഞണ്ട്, മീൻ തുടങ്ങിയവയും ഭക്ഷിക്കാറുണ്ട്. ഇതിൽ മീൻ തന്നെ പലതരത്തിലുണ്ട്. പാച്ചാളൻ, കറുമ്പട്ടളൻ, മടമീൻ, ചൂട്ട, മുള്ളക്കൊട്ടാളൻ, ആരൽ, മ്രാട്ടി, കമ്മുകം, കല്ലാമുട്ടി തുടങ്ങിയവയെല്ലാം മീനിൻ്റെ പലതരത്തിലുള്ള പേരുകളാണ് ഞങ്ങൾ ഭക്ഷിക്കുന്ന. പിന്നെ ഇനിയുള്ളത് കൂണുകളും മറ്റ് ഇലക്കറികളുമാണ്. കൂണുകളും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കൂണുകളുണ്ട്. ഞങ്ങളുടെ മലവേട്ടുവ ഗോത്ര ഭാഷയിൽ കൂണിനെ നമ്മൾ കുമില് എന്നാണ് പറയുന്നത്. ഊഴിക്കുമില്, പന്നിക്കുമില്, പിറ്റക്കുമില്, മുളക്കുമില്, മരക്കുമില്, പാക്കുമില് തുടങ്ങിയവയെല്ലാം നമ്മൾ ഭക്ഷിക്കുന്ന കൂണുകളുടെ പലതരത്തിലുള്ള ഇനമാണ്. അതുപോലെ തന്നെ പൈച്ചാമ്പുളി, ചോണാമ്പുളി, ഓട്ടുപുളി, കൊടത്താള്, ചേനയില, ചേമ്പില, കോഴിമുള്ള്, കാട്ടുചീര, മുരിങ്ങയില, പയറില, മത്തനില, കുമ്പളയില, കാട്ടുകൈപ്പക്ക, അതുപോലെ മറാഠിപ്പുളി, ഊയിക്കണല, മുളക്കണല, ഇങ്ങനെ പച്ചക്കറിയിൽ തന്നെ പച്ചക്കറിയായും ഇലക്കറിയായി ഉപയോഗിക്കുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട് ഞങ്ങളുടെ ഭക്ഷണ രീതിയിൽ, അത് ഭക്ഷണ വിഭവങ്ങളിൽ. ഞങ്ങളുടെ ഗോത്രത്തിലെ പഴയ തലമുറയിലെ ആളുകൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് പിന്നിലുള്ള കാരണമായി ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ തനത് ഭക്ഷണ രീതിയിൽ കൊണ്ട് തന്നെയാണ് എന്നാണ്. കാരണം ഇന്നത്തെ ഞങ്ങളുടെ യുവതലമുറയിലെ ആളുകൾക്ക് ഉള്ളതിനേക്കാൾ ആരോഗ്യം ഞങ്ങളുടെ ഗോത്രത്തിലെ മുതിർന്ന ആളുകൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിത രീതിയിലുള്ള നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ അതിനൊരു കാരണമായിരിക്കാം. മലവേട്ടു ഗോത്രത്തിൻ്റെ തനത് കലയാണ് മംഗലം കളി. വിവാഹ സമയത്ത് കല്യാണപ്പന്തൽ വെച്ച് സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തത്തോടെയാണ് മംഗലം കളി കളിക്കുന്നത്. തുടികൊട്ടി പാട്ടുപാടി വട്ടത്ത് നൃത്തം വെച്ചാണ് മംഗലം കളി കളിക്കുക. എൻ്റെ ഓർമ്മകളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ പഴയ കാലത്ത് നടന്ന വിവാഹ സമയങ്ങളിൽ വിവാഹ തലേദിവസം വരെ നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ തലേദിവസം രാത്രി മുഴുവനും ഈ മംഗലം കളി കളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ കല്യാണ വേദികളിൽ മംഗലം കളി അങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മംഗലം കളി ഒരു ജനകീയ കലയാക്കി ഉയർത്തിക്കൊണ്ടുവരണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ജനതയുടെ കലാ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി രൂപീകരിച്ച ഒരു സാംസ്കാരിക സമിതിയാണ് ദ്രാവിഡ ഗോത്രകലാ അക്കാദമി. ഈ അക്കാദമിയുടെ ഒരു മെമ്പറാണ് ഞാൻ. ഞങ്ങളുടെ അക്കാദമി തലത്തിൽ ഞങ്ങൾ മംഗലം കളി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇപ്പോൾ നിലവിൽ കുറേ ശില്പശാലകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതുവഴി
മംഗലം കളിയെ ജനകീയ കലയാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ ഒരു ജനകീയ കലയായി മാറിയതുപോലെ തന്നെ ഭാവിയിൽ എൻ്റെ ജനതയുടെ മംഗലം കളിയും നാളെ ജനകീയ കലയായി ഉയരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. കഥ ആത്മാവ്. നവംബർ 9, 2015. ഞാൻ നീന. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ മരണം നടന്നു. നവംബർ 10, 2015. ഇപ്പോൾ ആത്മാവാണ് ഞാൻ. വാടകയ്ക്കെടുത്ത ശരീരം തിരികെ കൊടുത്ത് അനാഥയായി പടിയിറങ്ങിയ ആത്മാവ്. സഞ്ചരിക്കാൻ ശരീരമില്ലെങ്കിലും ഞാൻ എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അമ്മയുടെ നിലവിളിയുടെ രോദനം അറിയുന്നു. അച്ഛൻ്റെ ഹൃദയവേദന മനസ്സിലാകുന്നു. പ്രിയപ്പെട്ടവരുടെ കണ്ണീർ കാണുന്നു. നവംബർ 26, 2015. പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം ഇന്ന് എൻ്റെ മരണത്തിന് പിന്നിലുള്ള ഘാതകനെ കണ്ടെത്തി. TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഇന്നെൻ്റെ കാരണത്തെ വലിയ വാർത്തയാക്കി. കൗണ്ടർ പോയിന്റിലും ന്യൂസ് അവറിലും എൻ്റെ കാരണത്തെക്കുറിച്ചുള്ള തീപാറുന്ന ചർച്ചകൾ നടന്നു. സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തത്തോടെയുള്ള രാജ്യവികസനവും നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകളും സ്ത്രീ സുരക്ഷാ തത്വങ്ങളുമെല്ലാം ചാനലുകളിൽ പ്രമുഖർ വാതോരാതെ സംസാരിച്ചു. എൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയ സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും സ്വയം അഭിമാനം കൊണ്ടു. അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയെന്ന് മുദ്രകുത്തി ജനങ്ങൾ കണ്ണീരോടെ എന്നോട് സഹതപിച്ചു. അദൃശ്യമായി ഞാൻ എല്ലാം കണ്ടുനിന്നു. നവംബർ 9, 2016. ഇന്നെൻ്റെ 1ാം ചരമവാർഷികമാണ്. പതിവ് പോലെ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ കാണുന്ന എല്ലാ മിനി സ്ക്രീനിലേക്കും ഞാൻ കണ്ണോടിച്ചു. ഒറ്റ രാത്രി കൊണ്ട് 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ ഞെട്ടലിൽ ഇന്ത്യയുണർന്ന കാഴ്ച കണ്ട് തൃപ്തി അടയേണ്ടി വന്നു. നോട്ട് അസാധുവാക്കലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചാനലുകളിൽ പൊരിഞ്ഞ ചർച്ചകൾ നടക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും മാത്രം എൻ്റെ കുഴിമാടത്തിനരികെ നിന്ന് കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. നീതി കിട്ടാതെ പോയ മകൾക്ക് വേണ്ടി കണ്ണീരോടെ അവർ പ്രാർത്ഥിച്ചു. മറ്റൊരു ഇരയെ തേടി കഴുകൻ കണ്ണുമായി റാഞ്ചി നടക്കുന്ന എൻ്റെ ഘാതകൻ. ചൂടേറിയ വാർത്തകൾ പരതി നടക്കുന്ന മാധ്യമങ്ങൾ. ഒരു നിമിഷം കൊണ്ട് ജീവിതം തകർന്നു പോയ എന്നെപ്പോലുള്ള നിരവധി പെൺകുട്ടികൾ. എല്ലാം കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഞാൻ മടങ്ങി. നവംബർ 10, 2016. ചങ്ക് പൊട്ടുന്ന വേദനയോടെ ജീവിച്ചു തീർക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, നെറികേടിൻ്റെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന ഈ ലോകത്തെ, ഓരോ നിമിഷവും ഭീതിയോടെ ജീവിച്ചു തീർക്കുന്ന പെൺമക്കളുള്ള മാതാപിതാക്കളെ, വയ്യ, ഇനി എനിക്കൊന്നും കാണാൻ വയ്യ. ആത്മാവിനും മരണമുണ്ടെങ്കിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. എൻ്റെ എഴുത്തിൻ്റെ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിലവിൽ കഥ, തിരക്കഥ, കവിത, അതുപോലെ തന്നെ ലേഖനം എന്നിവയാണ് എഴുതാറുള്ളത്. എനിക്ക് കൂടുതൽ താല്പര്യം കഥ എഴുതാനാണ്. ഞാനൊരു
7-8 ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായി കഥ എഴുതിയത്. പക്ഷേ ആ കഥകളൊന്നും പുറലോകം കണ്ടിട്ടില്ല. ഞാൻ എഴുതിയത് ഏതെങ്കിലും പുസ്തകത്താളിൽ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു ധൈര്യത്തിൽ അങ്ങ് കയറി സ്കൂൾ കലോത്സവത്തിലെ കഥാരചന മത്സരത്തിൽ പങ്കെടുക്കുകയും അതിലെനിക്ക് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് എനിക്ക് എൻ്റെ കഥ എഴുത്തിൽ, എൻ്റെ എഴുത്തിൻ്റെ മേഖലയിൽ ഒരു വിശ്വാസം ഉണ്ടായത് എനിക്ക് ആ പ്രൈസ് കിട്ടിയപ്പോൾ മുതലാണ്. പിന്നീട് ഞാൻ +2 കോളേജ് തലങ്ങളിൽ കഥാരചന മത്സരത്തിൽ പങ്കെടുക്കുകയും അതിലെനിക്ക് പ്രൈസ് കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അതോടെ എൻ്റെ കഥ എഴുത്ത് അങ്ങ് പതിയെ അങ്ങ് നിലച്ച അവസ്ഥയായിരുന്നു. അതായത് നമ്മുടെ മത്സരങ്ങൾക്ക് മാത്രം ഞാൻ പോയി എഴുതുക, പിന്നീട് അല്ലാതെ സജീവമായൊരു എഴുത്തിലേക്ക് എപ്പോഴും എഴുതുക എന്നുള്ളൊരു ശീലം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെ ഞാൻ കവിത എഴുതുമായിരുന്നു വല്ലപ്പോഴും തോന്നുമ്പോൾ. പക്ഷേ കവിതയിൽ എനിക്ക് കവിതാരചന മത്സരത്തിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടും ഒരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതുന്ന കവിതയല്ല എന്നൊരു തോന്നൽ അപ്പോഴേ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പിന്നെ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് കോഴിക്കോട് വെച്ച് ഒരു സാഹിത്യ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കാൻ ഉള്ളൊരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ആ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസിലാണ് എനിക്ക് പിന്നീട് വീണ്ടും എഴുത്തിലേക്ക് സജീവമാകാൻ എന്നെ സഹായിച്ചൊരു ഘടകം എന്ന് പറയുന്ന ആ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വെച്ചാണ് ഗോത്രഭാഷയെ നമുക്ക് എഴുത്തിനെ സമീപിച്ചുകൂടെ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നത്. അതിനൊരു കാരണം, അതില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗോത്ര കവിയായ ശ്രീ അശോകൻ മറയൂരാണ്. അതായത് അശോകേട്ടനാണ് അന്ന് ഈ ഗോത്രഭാഷയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ രചനയെ നമുക്ക് ഗോത്രഭാഷയിലൂടെ നടത്തിക്കൂടാ എന്നൊരു കാര്യം പറയും അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത വ്യക്തിയാണ് അശോകേട്ടൻ. നമ്മൾ മലയാളത്തിൽ എഴുതുന്നതിനോടൊപ്പം ഗോത്രഭാഷയും നമുക്ക് നമ്മുടേതായ ഒരു ഭാഷയുണ്ട്, അതിനെ സ്നേഹിക്കണം, അതിനെ പുറലോകത്തേക്ക് എത്തിക്കണം, മുഖ്യധാരയിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ അന്ന് അശോകേട്ടൻ പറയുമായിരുന്നു. അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ശരിയാണ്, എന്തുകൊണ്ട് എൻ്റെ ഗോത്രഭാഷയെ ഞാൻ മറച്ചു വയ്ക്കുന്നു, അത് പുറലോകം അറിയേണ്ടതല്ലേ എന്നൊരു ചിന്ത എന്നിലും വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കഥകളിലാണ് ആദ്യമായി ഗോത്രഭാഷ ഉൾക്കൊള്ളിച്ചത്. അതായത് കഥാസന്ദർഭങ്ങളിലെ സംഭാഷണങ്ങൾക്കൊക്കെ ഞാൻ ഗോത്രഭാഷ ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് കവിതയിലേക്ക് ഞാൻ സജീവമായി കടക്കാൻ എന്നെ സഹായിച്ചത് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കവിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ഈ വയനാടിലെ ഗോത്ര കവിയായ ശ്രീ സുകുമാരൻ ചാലികതയാണ് എന്നെ കവിതയിലേക്ക് നയിച്ച ഒരു വ്യക്തി. അതിനു മുമ്പ് ഞാൻ കവിത എഴുതുമെങ്കിലും കവിതയിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കവിതയിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് കവിത എഴുതാൻ പറ്റും, എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് തെളിയിച്ചു തന്ന വ്യക്തി സുകുവേട്ടനാണ്. എനിക്ക് കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്നും എനിക്ക് കടപ്പാടുള്ളത് സുകുവേട്ടനോടാണ്. സുകുവേട്ടൻ ഈ അടുത്ത കാലത്തൊരു FBയിൽ ഒരു ചലഞ്ച് നടത്തിയിരുന്നു. നമ്മുടെ ഗോത്ര കവികളെ പരിചയപ്പെടുത്തുന്ന ഓരോ ദിവസവും ഓരോ ഗോത്ര കവികളുടെ പ്രൊഫൈലും അതിനോടൊപ്പം അവരുടെ ഒരു കവിതയും പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് പോലെ ഡെയിലി FBയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് എൻ്റെ ഒരു കവിതയും സുകുവേട്ടൻ അങ്ങനെ FBയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം പിന്നീട് ഞാൻ കവിതയിൽ എനിക്കും ഈ കഥ പറഞ്ഞതുപോലെ കവിതയും പറ്റും എന്ന് ചിന്തിക്കുകയും പിന്നീട് ഞാൻ കവിതയിലും സജീവമാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് കവിത ആദ്യം ഞാൻ മലയാളത്തിലായിരുന്നു കവിത എഴുതിക്കൊണ്ടത്. ഇപ്പം ഗോത്ര ഭാഷയിൽ ഞാൻ കഥയും കവിതയും എഴുതാറുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. എൻ്റെ ഒരു കവിതയാണ്, ഗോത്ര കവിതയല്ല, മലയാള കവിതയാണ്. അടുക്കള. ചാരത്തിൽ മൂടിക്കിടന്ന ഓർമ്മകളെ ഊതി ഉണർത്തി അവളൊരു കവിത എഴുതാൻ തുടങ്ങുകയാണ്.
ചാരത്തിൽ മൂടിക്കിടന്ന ഓർമ്മകളെ ഊതി ഉണർത്തി അവളൊരു കവിത എഴുതാൻ തുടങ്ങുകയാണ്. അവളുടെ പ്രണയത്തെക്കുറിച്ച്. പഞ്ചസാര പോലെ മധുരിക്കുന്ന പ്രണയം. ഇടയ്ക്കെപ്പോഴോ കരിക്കത്തി വിരലുകളെ തഴുകി. ഇറ്റിറ്റി വീഴുന്ന കണ്ണീർ തുള്ളി പോൽ രുതിരം. ഇടയ്ക്കെപ്പോഴോ കരിക്കത്തി വിരലുകളെ തഴുകി. ഇറ്റിറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളി പോൽ രുതിരം. മഞ്ഞളും കുരുമുളകും ഉപ്പും കൊണ്ട് അവൾ മുറിവുകളെ ഉണക്കി. എങ്കിലും ചില നേരങ്ങളിൽ സവാള അവളുടെ ഓർമ്മകളെ തൊട്ടുണർത്താറുണ്ട്. അഗ്നി അവളുടെ പ്രണയത്തെ ചുട്ടുപൊള്ളിക്കാറുണ്ട്. നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ തിളച്ചുമറിയുന്ന പാലും കരിഞ്ഞുണങ്ങിയ കറിയും അവളെ കളിയാക്കി. അടുക്കളയിലെ തിരക്കിനിടയിൽ രാവും പകലും കടന്നുപോയിട്ടും ഇതുവരെയും അവളുടെ പ്രണയാക്ഷരങ്ങൾക്ക് മഷിക്കറ പുരട്ടാൻ കഴിഞ്ഞില്ല. ശൂന്യമായ പുസ്തകത്താളും പേനയും അവളെ കാത്തുകിടന്ന് മയങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. കഥ മൂകസാക്ഷി. ഡിഗ്രി പഠനത്തിന് ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയ ദിവസമാണ് ഞാൻ മീരയെ പരിചയപ്പെടുന്നത്. അന്നാണ് അച്ഛൻ അവൾക്ക് എന്നെ സമ്മാനിക്കുന്നത്. അന്നു മുതൽ അവളുടെ ഓരോ ഹൃദയസ്പന്ദനവും ഞാൻ എന്നിലൂടെ അറിഞ്ഞു തുടങ്ങി. അവളുടെ ആദ്യാനുരാഗത്തിൻ്റെ തീവ്രതയും ചൂടും, പിന്നെ ആരും അറിയാതെ നെഞ്ചിലേറ്റിയ വേദനയുടെ നനവും സ്നേഹത്തിൻ്റെ കുളിരും ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാനും മീരയും ഒരിക്കലും പിരിയാനാകാത്ത കൂട്ടുകാരായി മാറി. അവളുടെ കാമുകൻ്റെ സിരകളിൽ ചൂട് പകരാൻ അവൾ നൽകുന്ന നഗ്ന ഫോട്ടോയും സ്നേഹത്തിൽ ചാലിച്ച നനുത്ത ചുംബനവുമെല്ലാം ഞാൻ ചെറുചിരിയോടെ നോക്കി നിന്നു. അങ്ങനെ അവളുടെ ആത്മാവിൻ്റെ ഉള്ളറയിലെ രഹസ്യങ്ങളുടെ മൂകസാക്ഷി ഞാൻ മാത്രമായി. ഒടുവിൽ അവളുടെ നഗ്ന ഫോട്ടോകൾ എൻ്റെ മറ്റു കൂട്ടുകാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചപ്പോൾ, കാമുകൻ്റെ മറഞ്ഞിരിക്കുന്ന കഴുകൻ കണ്ണുകളെ അവൾ തിരിച്ചറിഞ്ഞപ്പോൾ, അവളുടെ മറ്റൊരു മുഖവും ഞാൻ കണ്ടു. പ്രതികാരത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ, നൈരാശ്യത്തിൻ്റെ, നിസ്സഹായതയുടെ തളർന്ന മുഖം. ഒടുവിൽ എന്നെ തനിച്ചാക്കി ഒരു മുഴം കയറിൽ അവളുടെ ജീവൻ പൊരിഞ്ഞു പോകുന്നത് എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഞാൻ നിർവികാരമായി നോക്കി നിന്നു. അപ്പോഴും അവളുടെ ജീവിതത്തിന് മൂകസാക്ഷിയാവാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ എഴുത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അടുത്തു തന്നെ റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിൻ്റെ കഥ, തിരക്കഥ, സംവിധാനം ഞാനാണ് നിർവഹിച്ചിരിക്കുന്നത്. ആൽബത്തിൻ്റെ പേര് കനവിൽ വന്നൊരു പെണ്ണ് എന്നാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകരെന്ന് പറയുന്ന എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെ തന്നെയാണ്. പണ്ടു മുതലേ ഉള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സിനിമയിൽ പിന്നണി പ്രവർത്തിക്കുക എന്നത്. അതൊരിക്കലും നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും വെറുതെ ആണെങ്കിലും ചുമ്മാ ആഗ്രഹിക്കാറുണ്ട് ഞാൻ ഇന്ന് സിനിമ കാണുമ്പോൾ സിനിമയുടെ കഥയുടെ കൂടെ മാത്രമല്ല, സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു പല കാര്യങ്ങളുമാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതിൻ്റെ ക്യാമറ എങ്ങനെയാണ്, ഏത് ആംഗിളിലാണ്, അതുപോലെ തന്നെ മറ്റു ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തോന്നുന്ന പല കാര്യങ്ങളിനകത്ത് ഒന്ന്. അങ്ങനെ ഈ ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ആൽബം ചെയ്യാനുള്ള അവസരം കിട്ടിയത്.
ഈ ഒരു സിനിമ ആഗ്രഹം വെച്ചുകൊണ്ട് മുഖ്യധാര സിനിമാ പ്രവർത്തകരുടെ അടുത്ത് പോയ അവസരം നിഷേധിക്കും എന്നറിയുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ തോന്നി എന്തുകൊണ്ട് നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഒരു വർക്ക് ഏറ്റെടുത്ത് കൂടാ എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ അനിയനും അനിയത്തിമാരായിട്ട് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഒരേ താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ടാക്കി. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഒരു രംഗത്ത് യാതൊരുവിധ മുൻപരിചയവും ഇല്ലാത്തവരാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഈ ആൽബത്തിന് ഉണ്ടാവാം. കാരണം ഞങ്ങൾ ഈ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിലോ ഈ ഒരു ഡയറക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലോ ഞങ്ങൾക്ക് ഒരുവിധ മുൻപരിചയവുമില്ല. ഒരു പരിശ്രമം എന്ന അർത്ഥത്തിൽ മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. ഇതിൻ്റെ വിജയം പോലും ഞങ്ങൾക്കിപ്പോൾ നിർണ്ണയിക്കാൻ ഒരു ഉറപ്പ് നമുക്കില്ല. കാരണം നമ്മൾ എന്താണ് ഞങ്ങൾ ചെയ്തത് ശരിയാണോ എന്നതുപോലും നമുക്കൊരു ധാരണയിലില്ല. കാരണം ഞങ്ങൾക്കൊരു പരിചയമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാൻ ഞാൻ ഇതിന് വിജയമാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഒരു ചലഞ്ചായി കാണുന്നു. അത്ര ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ആൽബത്തിനെ ഞങ്ങളൊരു ചലഞ്ചായിട്ട് കാണുന്നു, അത്ര മാത്രം. പിന്നെ ഞങ്ങളുടെ പരിമിതമായ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഈ വർക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർക്ക് കണ്ടിട്ടെങ്കിലും എൻ്റെ ഗോത്രത്തിലെ ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെന്ന് പറയുന്നത്. ഇത് കാണുമ്പോഴെങ്കിലും ഞങ്ങളുടെ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഇതുപോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർ പുറത്തുണ്ടാവും. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ഈ ഒരു വർക്ക് നമ്മൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിലൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം അവർക്ക് കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് മാത്രമാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ കലാകാരന്മാർ, അതായത് സിനിമാ മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഞങ്ങൾക്കിടയിലുണ്ട്. അവർ ഈ രംഗത്ത് നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിരത എന്നതാണ്. പിന്നെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസര നിഷേധത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കളർ എന്ന് പറയുന്ന കറുപ്പായതുകൊണ്ടാണ്. ഞാൻ എത്രയോ സിനിമകളെ കണ്ടിട്ടുണ്ട്. ദളിത് ആദിവാസി പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നതെങ്കിലും നായികയായി അവിടെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് വെളുത്ത സുന്ദരിയായിരിക്കും. വെളുത്ത സുന്ദരിക്ക് കറുത്ത ചായം പൂശി നായിക ആക്കാനില്ലേ, അവരെ നായികയാക്കി സിനിമ എടുക്കാനല്ലാതെ ഒരു ആദിവാസി പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു കഥാപാത്രത്തിന്, ഒരു യഥാർത്ഥ ആദിവാസി പെൺകുട്ടിയെ അവിടെ കാസ്റ്റ് ചെയ്ത് നായികയാക്കി സിനിമ നിർമ്മിക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും മടിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ സംവിധായകരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയാൽ ഞങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായി ഇങ്ങനൊരു പരീക്ഷണം നടത്തിക്കൂടാ എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനൊരു ആൽബം ചെയ്തത്. അപ്പം അത് എത്രത്തോളം വിജയിക്കും എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയുമില്ല. എന്തായാലും നമ്മൾ വീണ്ടും ഈ ഒരു മേഖലയിലേക്കുള്ള ശ്രമം ഞങ്ങൾ തുടർന്നുകൊണ്ടേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. കഥ പ്രണയം. യഥാർത്ഥത്തിൽ ആരായിരുന്നു നീ? ഒരു സുഹൃത്ത് മാത്രമോ അതോ അതിനപ്പുറമോ? 1000 തവണ മനസ്സിനോട് ചോദിച്ചു. മനസ്സ് സുഹൃത്താണെന്നും അതിനപ്പുറമാണെന്നും പറഞ്ഞില്ല. ഇത് രണ്ടുമാണെന്ന് സമ്മതിച്ചു. തികച്ചും ആരോഗ്യപൂർണമായ ഒരു സുഹൃത്ത് ബന്ധമായി അത് വളർന്നു. ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയാണ് തൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞു. എന്നിട്ടും എന്തിനൊക്കെയോ വേണ്ടി അത് മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. സൗഹൃദത്തെയും പ്രണയത്തെയും കൂട്ടിക്കലർത്താതെ തെളിമയാർന്ന സൗഹൃദത്തെ മാത്രം കൂടെ നടത്തി. ഒരു ആത്മസുഹൃത്തിന് നൽകേണ്ട എല്ലാ പരിഗണനയും സ്വാതന്ത്ര്യവും രണ്ടുപേർക്കും ഒരുപോലെ ലഭിച്ചിട്ടും ആ സ്വാതന്ത്ര്യത്തെ ഒരിക്കൽ പോലും ദുരുപയോഗം ചെയ്തില്ല. സൗഹൃദത്തെയും പ്രണയത്തെയും 2 ത്രാസിലിട്ടപ്പോൾ സൗഹൃദം ഒരുപാട് ഉയർന്നു തന്നെ നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല.
സമൂഹം കൽപ്പിച്ചു വെച്ച ചിട്ടവട്ടങ്ങളുടെയും വ്യക്തിപരമായ പരിമിതിയുടെയും കണക്ക് പറഞ്ഞ് മനസ്സിൽ തോന്നിയ പ്രണയത്തെ എന്നേക്കുമായി താഴിട്ടുപൂട്ടി. മണിച്ചിത്ര താഴുപോലെ. ഇന്ന് നീണ്ട 30 വർഷത്തെ സർവീസ് കഴിഞ്ഞ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞ് കൊച്ചുമക്കളുമൊത്ത് ഉമ്മറത്തിരുന്ന് കളിതമാശ പറയുമ്പോഴും ഏകാന്തമായി മുറിയിലിരുന്ന് ജനൽപ്പാളികളിലൂടെ ചാറ്റൽ മഴയെ നോക്കുമ്പോഴും വിരസമാകുന്ന ഓരോ നിമിഷങ്ങളിലും ഞാൻ അനുഭവിക്കുന്നു ഞാൻ താഴിട്ടു പൂട്ടിവെച്ച പ്രണയത്തിൻ്റെ ശ്വാസമുട്ടൽ. എങ്ങോട്ടോ ഇറങ്ങി ഓടാനുള്ള വെമ്പൽ, ആർത്തിരുമ്പുന്ന കരച്ചൽ. പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ ഞാൻ കണ്ടു ആകാശത്ത് കൺചിമ്മി നിൽക്കുന്ന എൻ്റെ പ്രണയത്തെ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ഉരുൾപൊട്ടലിൻ്റെ ശക്തിയോടെ നെഞ്ചും കൂടി തകർത്ത് ഇറങ്ങി വരുന്നതുപോലെ. ഇപ്പോൾ ഞാൻ ഓടുകയാണ് എന്നെ മാടി വിളിക്കുന്ന നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക്, ആവുന്നത്ര വേഗതയിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ കുറിച്ചാണ്. തീർച്ചയായും സപ്പോർട്ടെന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത്. അത് ഭർത്താവിൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ എൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, എനിക്ക് ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെയും എഴുത്തിൽ സജീവമാകാൻ തുടങ്ങിയത് തന്നെ. അതല്ല എങ്കിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയായി മാത്രം മാറുമായിരുന്നു. ആ കാര്യത്തിൽ എൻ്റെ ഏത് കഴിവാണെങ്കിലും ആ കഴിവെല്ലാം പരമാവധി പുറത്ത് കൊണ്ടുവരണം, അതിന് മാക്സിമം ശ്രമിക്കണം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ അനിയത്തിമാരുണ്ട്, ഏട്ടൻ, അങ്ങനെയുള്ള എല്ലാ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും, പിന്നെ എൻ്റെ ടീച്ചേഴ്സിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കാനും ഒക്കെ പറ്റിയ, അങ്ങനെ നിൽക്കാൻ തോന്നുന്നതും സജീവമാകാനും ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. റേഡിയോ മലയാളം പയമേ പണലിയിൽ ശ്രോതാക്കൾ കേട്ടത് കവയിത്രി രമ്യ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച മലവേട്ടുവൻ ആദിവാസി ഗോത്ര സമുദായത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.